ദിലീപ് കേസിന് വിധി വരാൻ ഇനി 4 നാളുകൾ മാത്രം ബാക്കി. കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന, അക്ഷമരായ 8 വർഷത്തോളം കാത്തിരിക്കുന്ന ആ വിധി വരാൻ 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ കേരളം ദിലീപിന് നേരത്തെ വിധി കൊടുത്തുവോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിധി കൊടുക്കുന്നത് എങ്ങനെയാണ്? ദിലീപ് എന്ന നടൻ ദിലീപിൻ്റെ സിനിമകൾ തിയേറ്ററുകളിലേക്ക് ഇറക്കുമ്പോൾ അത് സ്വീകരിക്കാൻ മലയാളി പ്രേക്ഷകർ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് 2017 സെപ്റ്റംബർ 28 റിലീസ് ചെയ്ത രാമലീല മുതൽ 2025 ഡിസംബർ 18 വരെ റിലീസ് ചെയ്യാൻ പോകുന്ന ബബ്ബബ്ബ വരെ ദിലീപ് ചെയ്ത ഈ 8 വർഷത്തെ കാലയളവിൽ ഉള്ള സിനിമകളുടെ വേർഡിക്റ്റുകൾ എന്താണ്, ഈ സിനിമകൾക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ 2017 നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യ സിനിമ രാമലീല. സെപ്റ്റംബർ 28 റിലീസ് ചെയ്ത രാമലീല 2017 മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറുകയും ചെയ്തു. ആ സമയത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ജയിലിലാണ്. ഒക്ടോബർ 3 ദിലീപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാമലീലയുടെ സക്സസ് സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അരുൺ ഗോപി എന്ന നവാഗതന സംവിധായകൻ, സച്ചി എന്ന തിരക്കഥാകൃത്തും കൂടി ഒരുക്കിയ രാമലീല സിനിമാ പ്രേക്ഷകർക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമുള്ളൊരു സിനിമ തന്നെയാണ്. രാമലീല കാണാനായി ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായി രാമലീലയെ നമുക്ക് കണക്കാക്കാം. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ ദിലീപ് സിനിമകളുടെ അവസ്ഥകൾ എന്തായിരുന്നു എന്ന് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു നടൻ്റെ അധപതനം തുടങ്ങുന്ന വഴി മുതൽ അത് പൊക്കോണ്ടിരിക്കുന്ന നൂലാമാലകൾ എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനുശേഷം ദിലീപ് 2018 ചെയ്ത സിനിമയാണ് കമ്മാര സംഭവം. ഏപ്രിൽ 14 ആയിരുന്നു ആ സിനിമയുടെ റിലീസ്. നവാഗതനായ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത്, രതീഷ് അമ്പാട്ട് അതിന് മുമ്പ് ഒരു ആർട്ട് ഡയറക്ടർ തന്നെയാണ്. സിനിമാ മേഖലയിൽ ആദ്യമായി സംവിധാനം ചെയ്ത് രതീഷ് അമ്പാട്ട്, തിരക്കഥാകൃത്ത് മുരളി ഗോപി. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ സിനിമ നിർമ്മിക്കുന്നു. സിനിമ പരാജയപ്പെടുന്നു. ഇപ്പോൾ കമ്മാര സംഭവത്തെക്കുറിച്ച് പല റൈറ്റപ്പുകളും ഈ സിനിമ പരാജയപ്പെടേണ്ടതായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ദിലീപ് ചെയ്ത ആ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. കമ്മാരൻ നമ്പ്യാർ എന്ന കഥാപാത്രമായിട്ടാണ് ദിലീപ് എത്തിയത്. ദിലീപ്, സിദ്ധാർത്ഥ്, മുരളി ഗോപി, ശ്വേതാ മേനോൻ, നമിത പ്രമോദ് അങ്ങനെ തുടങ്ങിയ ഒരു താരനിരയായിരുന്നു ആ ചിത്രത്തിൽ അണിനിരുന്നത്. പക്ഷേ ആ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് പട്ടമായിട്ട് കമ്മാര സംഭവത്തിന് കൊടുക്കാം. കമ്മാര സംഭവത്തിന് 2ാം ഭാഗം പ്ലാൻ ചെയ്തിരുന്നെന്നും ആദ്യ ഭാഗം തിയേറ്ററിൽ വിജയിച്ചാൽ മാത്രമേ 2ാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് മുരളി ഗോപി പറഞ്ഞിരുന്നു. 2ാം ഭാഗത്തെപ്പറ്റി ഇനി ചിന്തകളില്ല എന്ന് മുരളി ഗോപി പിന്നീട് പറയുകയും ചെയ്തു. അതിനർത്ഥം അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു ആ സിനിമ ഫ്ലോപ്പായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് വാദിക്കാനായി ആരും വരണ്ട. ഇനിയുള്ളത് സവാരി എന്ന സിനിമയാണ്. അശോക് നായരാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. സവാരി എന്ന സിനിമയിൽ ദിലീപ് ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണ് എത്തിയിരുന്നത്. സുരാജ് ബഞ്ഞാറമൂടാണ് ആ സിനിമ നായകൻ. ആ സിനിമ തിയേറ്ററുകളിൽ 2 ദിവസം പോലും തികച്ച് ഓടിയിട്ടില്ല. സവാരി എന്ന സിനിമ ഒരു ഫ്ലോപ്പ് സിനിമ തന്നെയായിരുന്നു, ഒരു അട്ടർ ഫ്ലോപ്പ് സിനിമയായിരുന്നു എന്നതും കൂടി പറയാം. അതായത് അതിനുശേഷം ഇറങ്ങിയ 2 സിനിമകളിൽ 2ഉം പരാജയമാവുകയാണ് ദിലീപിൻ്റെ കാഴ്ചയിൽ. അടുത്ത സിനിമയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന RD ഇലൂമിനേഷൻസ് എന്ന ബി ഉണ്ണികൃഷ്ണൻ തന്നെ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. ദിലീപ്, ബിന്ദു പണിക്കർ, മമത മോഹൻദാസ്, സിദ്ദിഖ്, പ്രിയ ആനന്ദ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ. അജു വർഗീസ് ഇതിൽ കോമഡി കഥാപാത്രം ചെയ്തിരുന്നു. കോടതി സമക്ഷം ബാലം വക്കീൽ ഒരു സൂപ്പർ ഹിറ്റ് എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും തിയേറ്ററിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരുന്നു. അതിനകത്തുള്ള ഹ്യൂമറും കോമഡി എലമെൻസും ഇപ്പോഴും യൂട്യൂബിൽ തരംഗമാണ്. ദിലീപിൻ്റെ കുറച്ച് നാൾക്ക് ശേഷമുള്ള ഒരു കോമഡി സിനിമയായിട്ട് വന്നു എന്നതാണ് കോടതി സമക്ഷം ബാലം വക്കീലിലെ പ്രേക്ഷകർക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു ആവറേജ് എന്ന രീതിയിൽ മാത്രം വിളിക്കാൻ പറ്റും. ഹിറ്റ് എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, ഒരു ആവറേജ് സിനിമയായിട്ട് കോടതി സമക്ഷം ബാലം വക്കീലിനെ വിളിക്കാം. അടുത്ത സിനിമയാണ് ശുഭരാത്രി. ശുഭരാത്രി സിദ്ദിഖ് നായകനാകുന്ന സിനിമയാണ്. 2ാം പകുതിയിലാണ് ദിലീപ് വരുന്നത്. നാദർഷയും സിദ്ദിഖും ഒക്കെ തന്നെ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അനു സിത്താരയാണ് ദിലീപിൻ്റെ ഭാര്യയായി ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നത്. ശുഭരാത്രി ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് എന്നൊക്കെ പറയാം. വ്യാസൻ KP ആണ് സിനിമയുടെ സംവിധായകൻ. ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ പരാജയമായിരുന്നു. ഒരു ഡിസാസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന സിനിമയാണ് ശുഭരാത്രി. അടുത്ത സിനിമയാണ് ജാക്ക് ആൻഡ് ഡാനിയൽ. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത, ദിലീപും അർജുനും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ആക്ഷൻ കിങ് അർജുൻ ആണ് ദിലീപിനൊപ്പം കട്ടയ്ക്ക് നിന്നത്. സൈജു കുറുപ്പ് ആണ് ഈ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി. അഞ്ജു കുര്യനാണ് ഈ സിനിമയിൽ നായികയായി എത്തിയത്. സ്പീഡ് ട്രാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകനായ SL പുരം ജയസൂര്യ സംവിധാനം ചെയ്യുന്ന സിനിമയായിരുന്നു ജാക്ക് ആൻഡ് ഡാനിയൽ. ജാക്ക് ആൻഡ് ഡാനിയൽ നല്ല പൈസ കൊടുത്ത് മുടക്കിയെടുത്ത സിനിമയാണെന്നൊക്കെയായിരുന്നു ഈ സിനിമയുടെ റിലീസിന് മുന്നേക്ക് പ്രതീക്ഷിച്ചിരുന്നത്. ഷിബു തമീൻസ് ആയിരുന്നു ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. തമീൻസ് ഫിലിംസ് ആയിരുന്നു പ്രൊഡക്ഷൻ കമ്പനി. പക്ഷേ ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും VFX പോലും നേരെ ചൊവ്വേ ചെയ്യാത്ത ഒരു അതിഗംഭീര ഫ്ലോപ്പ് സിനിമയായിരുന്നു
സിനിമയായിരുന്നു ജാക്ക് ആൻഡ് ഡാനിയൽ. നേരെ ചൊവ്വേ ഒരു തിരക്കഥയില്ലാത്ത എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന രീതിയിലൊക്കെയായിരുന്നു ഈ സിനിമയുടെ പോക്ക്. പക്ഷേ ഒരു തരത്തിലും പ്രേക്ഷകനെ പിടിച്ചു നിർത്താൻ ജാക്ക് ആൻഡ് ഡാനിയലിന് സാധിച്ചില്ല. ആ സിനിമ പരാജയപ്പെടുന്നു. നവംബറിലായിരുന്നു ഈ സിനിമയുടെ റിലീസ്. നവംബർ 14 ഇഫ് ഐ എം നോട്ട് റോങ്. നവംബർ 14 ഈ സിനിമയുടെ റിലീസ്. സിനിമ പരാജയപ്പെടുന്നു. ജാക്ക് ഡാനിയൽസ് എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യ ടൈറ്റിൽ. പക്ഷേ പിന്നീട് ജാക്ക് ആൻഡ് ഡാനിയൽ ആക്കി മാറ്റുകയായിരുന്നു പിന്നീടുള്ള പ്രശ്നങ്ങൾ കാരണം. അങ്ങനെയാണ് ജാക്ക് ആൻഡ് ഡാനിയൽ തിയേറ്ററുകളിലേക്ക് വരുന്നത്. ദിലീപ് വലിയ ആൻറ്റിസിപ്പേറ്റഡോടെ ഇറക്കിയ സിനിമയായിരുന്നു. ദേ കിടക്കുന്നു 8 നിലയിൽ താഴെ. പിന്നീടായിരുന്നു അടുത്ത മാസം ഡിസംബർ മാസം റിലീസ് ചെയ്ത മൈ സാൻഡ എന്ന സിനിമ. സുഗീത് സംവിധാനം ചെയ്ത സിനിമയാണ്. സുഗീതിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഓർഡിനറി, 3 ഡോട്ട്സ് പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത സുഗീത് ദിലീപിനെ വെച്ച് ആദ്യമായി ചെയ്യുന്ന സിനിമയായിരുന്നു മൈ സാൻഡ. ഈ സിനിമയിലും ദിലീപ് രണ്ടാം പകുതിയിലാണ് വരുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതായത് ഇൻ്റർവൽ ബ്ലോക്ക് തൊട്ട് പിന്നീട് അങ്ങോട്ടാണ് ദിലീപിൻ്റെ പോർഷൻസ്. ആദ്യ പകുതിയിൽ ദിലീപില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുട്ടികൾ പോലും ഈ സിനിമയെ തിരിഞ്ഞു നോക്കിയില്ല. മൈ സാൻഡ തിയേറ്ററുകളിൽ വീണ്ടും പരാജയം. അതായത് ഇതുവരെ നമ്മൾ 2019 അവസാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ 2019 അവസാനം വരെ, അതായത് 2017 അവസാനം മുതൽ 2019 അവസാനം വരെ ദിലീപിന് ആകെ ഉണ്ടായിരുന്ന ഒരു ഹിറ്റ് എന്ന് പറയുന്നത്, ഹിറ്റ് എന്നല്ല ഒരു ആവറേജ് എന്ന് പറയുന്നത് കോടതി സമക്ഷം ബാലം വക്കീലാണ്. 2020 ദിലീപ് സിനിമകളൊന്നും ചെയ്യുന്നില്ല. 2021 OTT-യിൽ റിലീസായ കേശു ഈ വീടിഞ്ഞ നാഥൻ എന്നതാണ് സിനിമയുടെ പേര്. നാദർഷയായിരുന്നു സിനിമയുടെ സംവിധായകൻ. ദിലീപ്, ഉർവശി, ഇപ്പോഴത്തെ ട്രെൻഡിങ് താരം നസ്ലനായിരുന്നു ദിലീപിൻ്റെ മകനായി അഭിനയിച്ചത്. പിന്നെ ഒരു കൂട്ടം കലാഭവനിലെ അല്ലെങ്കിൽ മിമിക്രി താരങ്ങളൊക്കെ അണിനിരുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു കേശു ഈ വീടിഞ്ഞ നാഥൻ. നാദർഷ തന്നെ ഈ സിനിമയുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ദിലീപിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇൻ ദ സെൻസ് ലാഭമുണ്ടാക്കിയ സിനിമയാണ് കേശു ഈ വീടിഞ്ഞ നാഥൻ എന്നുള്ളതാണ്. ഏകദേശം 30 കോടിയോളം രൂപയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ, അതായത് അന്നത്തെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, ഇന്നത്തെ ജിയോ ഹോട്ട്സ്റ്റാർ, ഡിസ്നി ഹോട്ട്സ്റ്റാർ ഈ സിനിമ വാങ്ങിച്ചതെന്ന് നാദർഷ പറയുകയും ചെയ്തു. OTT-യിൽ വന്നതിന് ശേഷം ഒരുപാട് ഈ ദിലീപ് നാദർഷ കോംബോയിൽ ഒരു സിനിമ വരണമെന്ന് നാളുകളായിട്ടുള്ള ആരാധകരുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ ആഗ്രഹത്തെ 1% പോലും സന്തോഷിപ്പിക്കാനോ സംതൃപ്തിപ്പെടുത്താനോ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. OTT-യിൽ വന്ന പാടെ ട്രോളുകളുടെ അയ്യരുകളിയായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു 60 വയസ്സുകാരനായ കേശു എന്ന വൃദ്ധനായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിലീപ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം കഥാപാത്രമായി അത് മാറ്റുകയും ചെയ്തു. ദിലീപ് ഉർവശി കോമ്പിനേഷനിൽ വന്ന തമാശകളെല്ലാം തന്നെ മാലപ്പടക്കം പോലെ പൊട്ടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഒരു തരത്തിലും പ്രേക്ഷകർ സ്വീകരിക്കാത്തൊരു സിനിമയായി കേശു മാറി. നാദർഷ തന്നെ പിന്നീടുള്ള അഭിമുഖത്തിൽ വന്ന് പറഞ്ഞത് ഇതിനകത്ത് പല ബേസ്ലെസ് ആയിട്ടുള്ള ഹ്യൂമറും തൻ്റെ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതും പറയുന്നു. 30 കോടിയൊക്കെ വെച്ചിട്ട് ദിലീപിന് വലിയൊരു ലാഭം ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു തരത്തിലും പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കേശു നാഥനെന്ന് സാധിച്ചില്ല. തിയേറ്ററിൽ റിലീസ് അല്ലാത്തതുകൊണ്ട് ഇത് ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഡിസാസ്റ്റർ സിനിമയായിട്ട് വേണം കണക്കാക്കാൻ. അതിനുശേഷം റിലീസ് ചെയ്ത സിനിമ 2022 തട്ടാശ്ശേരി കൂട്ടം എന്ന സിനിമയാണ്. ദിലീപിൻ്റെ സഹോദരനായ അനൂപ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. ദിലീപ് തന്നെ പ്രൊഡക്ഷൻ ചെയ്ത ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ദിലീപ് തന്നെ നിർമ്മാതാവായ അർജുൻ അശോകൻ, പ്രിയംവദ കൃഷ്ണൻ, ഗണപതി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ്. ദിലീപ് ഇതിനകത്ത് വലിയൊരു ക്യാമിയോ വേഷത്തിലാണ് എത്തുന്നത്. ക്ലൈമാക്സിൽ അടുപ്പിച്ച് ഇക്ബാൽ എന്ന കഥാപാത്രമായിട്ടാണ് ദിലീപ് എത്തിയത്. ഈ സിനിമ വലിയ പരാജയമായിരുന്നു. ചെറുതായിട്ടൊന്നും വിളിക്കാൻ പറ്റത്തില്ല, വലിയ പരാജയമായിട്ടായിരുന്നു തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടായിരുന്നത് വിധി എന്ന് പറയുന്നത്. അതിനുശേഷം ദിലീപിൻ്റെ റിലീസായ 2023 സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. റാഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ. വീണ നന്ദകുമാർ നായികയെത്തി. ജോജു ജോർജ്, അനുപം ഖേർ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച സിനിമയാണ്. അനുപം ഖേർ അവസാനമൊക്കെയാണ് വരുന്നത്. വോയിസ് ഓഫ് സത്യനാഥൻ. രമേഷ് പിഷാരി ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയിലുണ്ട്. ഒരു ഹ്യൂമർ സിനിമയായിട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും ഹ്യൂമർ ഒന്നും വർക്കാവാതെ ഇങ്ങോട്ടോ പോയൊരു സിനിമ. പക്ഷേ തിയേറ്ററുകളിൽ പ്രേക്ഷകർ ദിലീപിനെ കൈവിട്ടില്ല. ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് വോയിസ് ഓഫ് സത്യനാഥനെ കൊണ്ടെത്തിക്കാൻ പ്രേക്ഷകരുടെ കഠിന ശ്രമം കൊണ്ട് സാധിച്ച സിനിമയും കൂടിയായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ. അടുത്ത സിനിമ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള ഒരു സിനിമ, തമന്ന ഭാട്ടിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന സിനിമ. പക്ഷേ അവിയൽ പരുവത്തെക്കാളുപരി ഈ സിനിമ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് സംവിധായകനായ അരുൺ ഗോപിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഈ സിനിമ മാറിയതാണ് ബാൻഡ്ര. കലാഭവൻ ഷാജോണും ദിലീപും ചേർന്നാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ രാമലീല കോംബോ വീണ്ടും അരുൺ ഗോപി സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ പരാജയമെന്നൊന്നും പറയാൻ പറ്റില്ല. 16 നിലയിലാണ് ഈ തിയേറ്ററുകളിൽ ഈ സിനിമ പരാജയപ്പെട്ടത്. ആദ്യ ദിവസം മാത്രമാണ് ബാന്ദ്ര കാണാൻ വേണ്ടി ആളുണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതും ആദ്യ ദിവസത്തെ ആദ്യ ഷോ. തമന്നയൊക്കെ കൊണ്ടുവന്ന് തമന്നയ്ക്ക് ഇത്രയും വലിയൊരു ഫ്ലോപ്പ് ഉണ്ടാക്കിയ ഒരു സിനിമയും കൂടിയാണ്. അജിത് വിനായക ആണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. വിനായക
ഫിലിംസിൻ്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അരുൺ ഗോപി തന്നെ ഏറ്റവും ഒടുവിൽ വന്ന് പറഞ്ഞ കാര്യം, അജിത് വിനായക എന്ന നിർമ്മാതാവിൻ്റെ ഒരുപാട് കോടികൾ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ സംവിധായകൻ തന്നെ ഉറപ്പിക്കുന്നു ഈ സിനിമ ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു എന്നുള്ളത്. സംവിധായകൻ ഉറപ്പിച്ചില്ലെങ്കിലും മലയാളി പ്രേക്ഷകർക്കറിയാം ബാൻഡ്ര ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം റിലീസായ സിനിമയാണ് തങ്കമണി. രതീഷ് രഘുനന്ദൻ ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം, ഉടൽ ഗംഭീരമായൊരു സിനിമയായിരുന്നു, ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത സിനിമ, ദിലീപ് നായകനായി എത്തിയ സിനിമയായിരുന്നു തങ്കമണി. എന്തിനാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് രതീഷ് രഘുനന്ദന് പോലും പിന്നീട് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിനുശേഷം രതീഷ് രഘുനന്ദനെ ആരും കണ്ടിട്ടില്ല. ഈ സിനിമ യഥാർത്ഥ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് തങ്കമണിയിൽ നടന്ന ആ ക്രൂരകൃത്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഫിക്ഷണൽ പ്ലസ് റിയൽ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും മോശം അഭിനയങ്ങളിൽ ഒന്ന് തങ്കമണി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിഞ്ഞ മേക്കപ്പും തൊലിഞ്ഞ അഭിനയവും അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ഫാക്ടറായിട്ടും ഈ സിനിമ പിന്നീട് മാറിയത്. തങ്കമണി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിസാസ്ട്രസ് ആയ ഒരു സിനിമകളിൽ ഒന്നായിട്ട് വിലയിരുത്തപ്പെടുന്നു. പിന്നീട് എത്തിയ സിനിമയാണ് പവി കെയർ ടേക്കർ. നടൻ സംവിധായകനായ വിനീത് സംവിധാനം ചെയ്ത സിനിമയാണ്. അതായത് അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്ന സിനിമകൾക്ക് ശേഷം വിനീത് സംവിധാനം ചെയ്ത സിനിമയാണ് പവി കെയർ ടേക്കർ. ദിലീപിനൊപ്പം 5 നായികമാർ അണിനിരുന്ന സിനിമയും കൂടിയാണ് പവി കെയർ ടേക്കർ. എല്ലാവരും പുതുമുഖങ്ങളാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ ഒരു ആവറേജ് സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് OTT-യിലൊക്കെ വന്നതിന് ശേഷം ട്രോളുകളുടെ പൂരമായി മാറുകയായിരുന്നു പവി കെയർ ടേക്കറിൽ. അനാവശ്യമായ ചളി കോമഡികൾ, ദിലീപിന് വണ്ടി കിട്ടാത്ത 2000-ൽ നിന്നും വണ്ടി കിട്ടാതെ 2024-ൽ വീണ്ടും അതേപോലെയുള്ള കോമഡികൾ പയറ്റി ചീഞ്ഞു നാറിയ സിനിമയും കൂടിയായിരുന്നു പവി കെയർ ടേക്കർ. പിന്നീട് സംവിധായകനായ വിനീത് പരോക്ഷമായി ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ കൈകടത്തുന്നതും അനാവശ്യമായ കോമഡി രംഗങ്ങൾ കുത്തിക്കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിനീത് നടത്തിയൊരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. അത് ദിലീപിനെ തന്നെ ഉദ്ദേശിച്ചാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും. ഈ സിനിമ തിയേറ്ററിലൊരു ആവറേജിനും താഴെ ആയിരുന്നു വേർഡിക്റ്റ് എന്ന് വേണം തന്നെ പറയാം. അടുത്ത സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത, ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച്, ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ റാണി എന്ന പുതിയ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ. ഈ സിനിമയാണ് ദിലീപിന് നിലവിൽ ഒരാശ്വാസം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സിനിമ. കുറച്ചധികം ദിവസങ്ങളോടി തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സക്സസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും സക്സസ് ആയ ഒരു സിനിമയായിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയെ വിലയിരുത്താൻ സാധിക്കുക. തിയേറ്ററിൽ അത്യാവശ്യം നല്ല വിജയമായി. പിന്നീട് OTT പ്ലാറ്റ്ഫോമുകളിലും ഈ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തത്. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു ക്ലീൻ ഹിറ്റ് എന്ന രീതിയിൽ വിളിക്കാൻ പറ്റില്ല. അതായത് ഇനി വരാൻ പോകുന്ന സിനിമ ഡിസംബർ 18-ന് ഇറങ്ങാൻ പോകുന്ന ബബ്ബയാണ്. അതാണ് ഈ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായത്. 8-ാം തീയതി വിധി വരും, 18-ാം തീയതി സിനിമയുടെ റിലീസാണ്. അതും ഇനി എങ്ങനെയാകുമെന്ന് കണ്ടറിയണം. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചു പോയ സിനിമകളൊക്കെ തന്നെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ക്ലീൻ ഹിറ്റ് കാണാൻ പറ്റുമോ? ഇല്ല. ഈ ക്ലീൻ ഹിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, വോയിസ് ഓഫ് സത്യനാഥനും പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ നിങ്ങൾ ക്ലീൻ ഹിറ്റ് വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ ദിലീപിന് മുമ്പത്തെ സിനിമകൾ, അതായത് നമ്മളിപ്പോൾ മീശമാധവനും പാണ്ടിപ്പടയും റൺവേയും CID മൂസയും കല്യാണരാമനും ഒക്കെ സംസാരിക്കുന്ന ഈ സിനിമകൾ നിങ്ങൾ എന്ത് വിളിക്കും? ബ്ലോക്ക് ബസ്റ്റർന്നോ ഇൻഡസ്ട്രി ഹിറ്റുകളെന്നോ എന്ത് വേണോ വിളിക്കാം. പക്ഷേ ഇതൊക്കെയാണോ ദിലീപ് ഹിറ്റുകളായി നിങ്ങൾ വിളിക്കുന്നത്? ദിലീപ് ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് തന്നെ മാറ്റിയ, മമ്മൂട്ടി, മോഹൻലാൽ എന്ന രാജാക്കന്മാർക്ക് പോലും എത്തിക്കിടാൻ കഴിയാത്ത ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ സൃഷ്ടിച്ചെടുത്ത ഒരു നായക നടൻ കൂടിയായിരുന്നു ദിലീപ് പണ്ട്. ആ ദിലീപിന് ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തിയിട്ട് വേണം ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്താൻ. അതുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ഈ സിനിമകളൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ 90% സിനിമകൾ ഫ്ലോപ്പാണ്. ആകെ ആശ്വാസമായിട്ട് പറയാൻ പറ്റുന്നത് 2 സിനിമകളാണ്. അതും ഗംഭീര വിജയങ്ങളായിരുന്നില്ല, ഒരു ആവറേജ് / ഹിറ്റ് സിനിമകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് ദിലീപിന് ശ്വാസം വിടണമെങ്കിൽ, ദിലീപിന് മുങ്ങിക്കിടക്കുന്ന ദിലീപിന് ഒന്ന് പുറത്തേക്ക് വന്ന് ശ്വാസം വിടണമെങ്കിൽ ആകെ ഉള്ളൊരു മരുന്നെന്ന് പറയുന്നത് ബബ്ബയാണ്. പിന്നീട് ഇപ്പോൾ ഷാജി കൈലാസ് സംവിധാനം ചെയ്യാൻ പോകുന്ന D-152 ആണ് ദിലീപ് ഇപ്പോൾ നിലവിൽ ഷൂട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന സിനിമ. പല സിനിമകളും വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്ന പല സിനിമകളുണ്ട്. പ്രൊഫസർ ഡിങ്കൻ 3D എന്ന് പറയുന്ന സിനിമ, സംവിധായകനായ രാമചന്ദ്ര ബാബു മരണപ്പെട്ടതോടുകൂടി ആ സിനിമ ഒരു സ്റ്റേക്കിൽ നിൽക്കുകയാണ്. പല കോടികൾ മുടക്കി ആ സിനിമയുടെ ഷൂട്ടിംഗ് വരെ പലയിടത്തായി നടന്നതാണ്. വിയാൻ വിഷ്ണു സംവിധാനം ചെയ്യുന്ന പറക്കും പപ്പൻ എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ എന്താകുമെന്ന് ആർക്കും അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് മിന്നൽ മുരളിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്ത സിനിമയാണ്. പക്ഷേ ഇപ്പോഴും അതെങ്ങും എത്താതെ നിൽക്കുകയാണ്. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ദിലീപിൻ്റെ കരിയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ബബ്ബ പോലൊരു സിനിമ വളരെ നിർണായകമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം. അത് എങ്ങനെയായിരിക്കാം ദിലീപിൻ്റെ സിനിമാ കരിയറിനെ മെച്ചപ്പെടുത്തുക, എങ്ങനെയായിരിക്കും ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഘടകം.